നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷാനിജ പി ആണ്. ഇന്നത്തെ നമ്മുടെ വിഷയം വയറിലെ രക്തസ്രാവം എന്നുള്ളതാണ്. അതിന് ഡോക്ടർ വെൽക്കം ടു അവർ ഷോ. ഡോക്ടർ, പൊതുവിൽ മലത്തിലൂടെ രക്തം പോകുമ്പോൾ പലരും വിചാരിക്കുന്നത് അത് പൈൽസ് ആണെന്നുള്ള രീതിയിലാണ്. ശരിക്കും അത് പൈൽസ് മാത്രമാണോ അതോ മറ്റ് കാരണങ്ങളോ മറ്റ് രോഗങ്ങളോ ആയിരിക്കുമോ? സാധാരണ പൊതുജനങ്ങളിൽ വരുന്ന ഒരു അഭിപ്രായം ഇങ്ങനെ തന്നെയാണ്. വയറ്റിൽ പോകുന്ന ബ്ലഡെല്ലാം മലദ്വാരത്തിൽ കൂടെ പോകുമ്പോൾ അത് പൈൽസ് തന്നെയാണ്. സാധാരണഗതിയിൽ അതൊരു വൺ ഓഫ് ദ കാരണങ്ങളാണ്. പക്ഷെ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും മലദ്വാരം സംബന്ധിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മലാശയം സംബന്ധിച്ച അസുഖങ്ങൾ. ഉദാഹരണത്തിൽ മലാശയത്തിൽ വ്രണങ്ങൾ വരിക, പോളിപ്പ് വരിക, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസുമായുള്ള അസുഖങ്ങൾ, അൾസറേറ്റീവ് കോളൈറ്റിസ് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ്. ചില സമയത്ത് മാരക അസുഖമായ ക്യാൻസർ പോലും പ്രസൻറ്റേഷൻ ഇങ്ങനെ മലത്തിലൂടെ ബ്ലഡ് വരുന്നതായിരിക്കും. സാധാരണ 80% ദാറ്റ് 60 to 80% മലദ്വാരവും മലാശയം സംബന്ധിച്ച കാര്യങ്ങളാണ് മലത്തിലൂടെ ബ്ലഡ് പോകാറ്. മലദ്വാരത്തിലെ സംബന്ധിച്ച് പറയുമ്പോൾ പൊതുവെ ജനങ്ങൾ പറയുന്നത് പൈൽസ് എന്ന് പറയും. അതൊരു കോമൺ വേർഡാണ്. അത് മെഡിക്കൽ സയൻസിൽ നമ്മളതിനെ ഹെമറോയിഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് അർഷസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന്. സാധാരണ ഇതെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ മലദ്വാരത്തിൻ്റെ അവിടെ 3 കോളംസ് ഓഫ് രക്തക്കുഴലുണ്ട്. അത് നോർമലി കാണുന്നതാണ്. അതിൽ എക്സ്ട്രാ വരുമ്പോൾ എന്നാണ് വളർന്ന് തിരി വികസിച്ച് വരുമ്പോഴാണ് അതിന് പൈൽസ് എന്ന് പറയുന്നത്. ചില ആളുകളിൽ പൊസിഷൻ അനുസരിച്ച് നമ്മൾ അതിന് എക്സ്റ്റേണൽ പൈൽസ് എന്നും ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് എന്നാണ് മെഡിക്കൽ ടേമിൽ പറയുമ്പോൾ. അതൊരിത്തിരി വ്യത്യാസമുണ്ട്. ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് പലപ്പോഴും വേദനയില്ലാതെ വയറ്റിലൂടെ ബ്ലഡ് പോവായിരിക്കും. എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് തന്നെ അറിയാൻ പറ്റും. മലദ്വാരത്തിന് അവിടെ ഒരു കട്ടിപ്പോ അല്ലെങ്കിൽ ഒരു മണിമാരി പുറത്തേക്ക് പ്രൊജക്ഷൻസോ, ചിലപ്പോൾ വേദന ഉണ്ടാവും, ചിലപ്പം മ്യൂക്കസ് വരുന്നുണ്ടാവും, ചൊറിച്ചൽ. ഇതൊക്കെ എക്സ്റ്റേണൽ ഹെമറോയിഡ്സിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് പൊതുവേ സാധാരണ ഒരു മിഡിൽ ലൈഫിൽ അല്ലെങ്കിൽ മധ്യവയസ്കരായ ആളിൽ, പൊതുവെ ലേഡീസിൽ എസ്പെഷ്യലി പ്രഗ്നൻസി സമയത്തിൽ കോൺസ്റ്റിപ്പേഷനൊക്കെ വരുന്ന സമയത്തിൽ ഇങ്ങനെ ഹെമറോയിഡ്സ് കാണാറുണ്ട്. പിന്നെ ആ അവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ അത് മാറിപ്പോവാറാണ്. അപ്പോൾ പൈൽസ് മാത്രമല്ല ഒരുപാട് റീസൺസ് പിന്നിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതൊരു ഘട്ടത്തിലാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ? സാധാരണഗതിയിൽ മലത്തിലൂടെ ഒരു സിംഗിൾ എപ്പിസോഡ് ഒരു പ്രാവശ്യമെങ്കിലും വയറ്റുന്ന ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണം. അത് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിന് തന്നെ കണ്ട് പരിശോധന. പൊതുവേ നമ്മൾ പേഷ്യൻ്റെ ഫസ്റ്റ് നമ്മളെ വിസിറ്റ് തന്നെ OP വെച്ചിട്ട് തന്നെ ചില ടെസ്റ്റുകളൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് എസ്പെഷ്യലി ഫിഷറാണോ, പൈൽസ് ആണോ, ഹെമറോയിഡ്സ് ആണോ, അല്ലെങ്കിൽ ഫിസ്റ്റുലാണോ എന്ന്. ഒരു സിമ്പിൾ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെ മലദ്വാരത്തിലൂടെ വിരൽ വെച്ച് ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയും, പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ OP ബേസ് തന്നെ പ്രൊക്ടോസ്കോപ്പി എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു OP ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അതിലും കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അടുത്ത ടെസ്റ്റുകളിലേക്ക് രോഗനിർണയത്തിന്, ഉദാഹരണത്തിന് സിഗ്മോഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റിലേക്ക് പോകണം. അപ്പോൾ നോർമലി ഇത്തരം രോഗങ്ങൾ ജനങ്ങൾ ഒത്തിരി ഭയപ്പെടും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ. പക്ഷെ ഡോക്ടർ പറയുന്നത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടാൽ മാത്രമാണ് അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണല്ലോ. അപ്പോൾ ഇതിന് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറ്? സാധാരണ ഒരു വയറ്റിൽ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കും. വേറെ എന്തെങ്കിലും അസുഖമുള്ള ആളാണോ, മദ്യപാനിയാണോ, അല്ലെങ്കിൽ കരൾ സംബന്ധിച്ച അസുഖം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യം പേഷ്യനെ കാണുമ്പോൾ തന്നെ എക്സാമിനേഷന് ഹിസ്റ്ററിയിൽ നിന്നും എക്സാമിനേഷനിലും കിട്ടും. വീക്കിലി മുന്നേ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിലും കിട്ടും. പിന്നെ എക്സാമിനേഷൻ OP ആയിട്ട് ചെയ്ത് പ്രൊക്ടോസ്കോപ്പി നോർമൽ ആണെങ്കിൽ വയറ്റിൽ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ ഒരു സിഗ്മോഡോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് മിനിമം നടത്തുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ മലദ്വാരത്തിലൂടെ നമ്മൾ എൻഡോസ്കോപ്പ് വെച്ച് അകത്ത് മലാശയവും മെഞ്ചറും അപ് ടു സിഗ്മോഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ സ്പ്ലെനിക് ഫ്ലെക്ചർ വരെ ഒരു 40 സെൻറ്റിമീറ്റർ ഫ്രം ദ ആനൽ റിഡ്ജ് വരെ നമുക്ക് പരിശോധനയിൽ കാണാൻ പറ്റും. ഇപ്പം നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് രാഹുലാണ്. രാഹുൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടറെ. ഹലോ ഹലോ പറയൂ. ഡോക്ടറെ, എനിക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഓക്കെ. ഞാൻ ഗ്യാസ്ട്രോ എൻട്രോളജി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചിട്ട് IBS എന്ന് പറഞ്ഞ രോഗമാണെന്നാണ് അവർ പറഞ്ഞത്. IBS. അപ്പം ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് ഒരു കുറച്ച് നാളത്തേന് ഒരു ഗുളിക തന്നു. കാര്യങ്ങളെല്ലാം മാറി, പെട്ടെന്ന് മാറി.
അത് പിന്നെ നോർമൽ ആയിട്ട് തന്നെ ഉള്ള രീതിയിലേക്ക് വന്നു. ബട്ട് എന്റെ വീട്ടിൽ 2 ദിവസം ഞാൻ ചിക്കൻ കഴിച്ചായിരുന്നു. ചിക്കൻ കഴിച്ചു കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് ഇതുപോലെ തന്നെ വന്നു. എന്നാൽ വയറ്റിൽ നിന്ന് 2 ദിവസത്തിൽ കൂടുതലൊന്നും പോകാതിരിക്കൂല. എന്നാ പെട്ടെന്ന് 2 ദിവസം അല്ലെങ്കിൽ നമുക്കൊരു ഇത് വരും. ചിലപ്പോ 1-2 ദിവസത്തിൽ കൂടുതലായിട്ട് പോകും. രക്തസ്രാവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വയറ്റിൽ പോകുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അതാണ്. രാഹുൽ, ഒരു കാര്യം മനസ്സിലായി. IBS എന്ന് പറയുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഒരു ഫങ്ഷണൽ ബവൽ ഡിസീസ് ആണ്. നിങ്ങളത് പേടിക്കേണ്ട ഒരു അസുഖമൊന്നും അല്ല. വയറ്റിന്ന് ബ്ലഡ് പോയില്ല എന്ന് താൻ പറഞ്ഞു. സാധാരണ വയറ്റിന്ന് പോകാൻ എന്ന് പറഞ്ഞാൽ മലം തടസ്സം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലും വെള്ളം കൂടുതൽ കഴിക്കുകയോ അല്ലെങ്കിൽ ഫൈബർ കണ്ടെയ്നിങ് ഫുഡ് എന്നാൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴോ സാധാരണഗതിയിൽ അത് മാറേണ്ടതാണ്. ഭയപ്പെടേണ്ടതായിട്ടൊന്നും കാണുന്നില്ല. IBS നിങ്ങൾക്ക് കൊളോണോസ്കോപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല മാഡം, ഞാൻ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷന്റെ ബേസ് ചെയ്താണ് ഇത് വന്നതാണ്. അപ്പൊ ആ മെഡിസിൻ എനിക്ക് കിട്ടിയപ്പോഴേ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ എന്റെ ഇതെല്ലാം ഓക്കെ ആയിരുന്നു. അതൊരു 1-2-3 മാസം അങ്ങനെ അങ്ങ് പോയി. ബട്ട് ഞാൻ ചിക്കൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് എനിക്ക് ഈ പ്രശ്നം വീണ്ടും വന്നത്. മനസ്സിലായി. അതിപ്പോൾ മാംസാഹാരം കഴിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവോ അല്ലെങ്കിൽ ഫൈബർ കണ്ടെയ്നിങ് ഫുഡോ കുറയുമ്പോൾ മലം കുറച്ച് ഉറയ്ക്കും. ആ സമയത്ത് മലം പോകാൻ തടസ്സം ഉണ്ടാവും. യൂഷ്വലി നമ്മൾ ഫുഡ് ചേഞ്ച്, ലൈഫ് സ്റ്റൈൽസിന് ചേഞ്ചസ് വരുത്തിയാൽ തന്നെ മതി എന്നാണ് തോന്നുന്നത്. യൂഷ്വലി ടെൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയാണ് IBS കാണാറ്. രാഹുൽ, നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ബ്ലഡ് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങളൊന്ന് പോയി കാണൂ, എന്നിട്ട് പരിശോധനകൾ ചെയ്യൂ കേട്ടോ. ഓക്കെ, നന്ദി രാഹുൽ. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ രാഹുൽ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നുന്നത്, ഈ രക്തസ്രാവം എന്ന് പറഞ്ഞൊരു അസുഖം വരുന്നത് ശാരീരികമായിട്ടുള്ള പ്രശ്നം മാത്രമാണോ അതോ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ? അതിന് പറഞ്ഞ പോലെ തന്നെ IBS എന്ന് പറഞ്ഞ അസുഖം ഒരു ഫങ്ഷണൽ ബവൽ ഡിസീസാണ്. അതിൽ വയറ്റുന്ന ബ്ലഡ് പോകില്ല. ഇറ്റ് ഈസ് നോട്ട് എ ഓർഗാനിക് ഡിസീസ്. അതിൽ വയറ്റുന്ന ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മളത് നോക്കുന്ന വേണം. എന്തെങ്കിലും ഒരു കാരണം, ഒരു പത്തോളജി അതിലുണ്ടായിരിക്കും. ഒന്നുകിൽ ഹെമറോയിഡ്സോ അല്ലെങ്കിൽ ഫിഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അൾസേഴ്സോ വുഡ് ബി ദെയർ. യൂഷ്വലി IBSൽ ബ്ലഡ് പോകത്തില്ല. താൻ പറഞ്ഞ മാതിരി ടെൻഷൻ കൊണ്ട് മാറ്റുന്ന ബ്ലഡ് പോകത്തില്ല. ടെൻഷൻ കൊണ്ട് IBS എന്ന് പറഞ്ഞ അതൊരു വേറൊരു വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിന് ടെൻഷൻ കാരണം വരാം. കാരണം അതൊരു ഫങ്ഷണൽ ബവൽ ഡിസീസ് ആണ്. നത്തിങ് ടു വറി. ഓക്കെ, നമുക്ക് മറ്റൊരു കോളർ കൂടി ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ, ഡോക്ടർ ഉണ്ട്. ഹലോ ഡോക്ടറെ, ഞാൻ എന്റെ പേര് ഹനീഫ് എന്നാണ്. വയസ്സ് 42. എനിക്കെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷത്തിന് മുമ്പ് ഇതേമാതിരി വന്നായിരുന്നു വയറ്റിൽ നിന്ന്. 4 വർഷത്തിന് മുമ്പ് ഇതേമാതിരി വന്നായിരുന്നു വയറ്റിൽ. മോഷന്റെ ഒപ്പം തന്നെ ബ്ലഡ് പോയായിരുന്നോ? അത് ഞാൻ നമ്മുടെ ലിസി ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് മറ്റേ അവര് സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇടയ്ക്ക് ഇതേമാതിരി കാണുന്നുണ്ട്. മാറ്റുന്ന പോകുമ്പോ ബ്ലഡ് ഇപ്പോഴും പോകുന്നുണ്ടോ? ബ്ലഡ് കാണുന്നുണ്ട്. മലം പോകാൻ എന്തെങ്കിലും തടസ്സങ്ങളോ വേദനയോ എന്തെങ്കിലും പ്രൊജക്ഷൻസ് മലദ്വാരത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അന്ന് ലിസി ഹോസ്പിറ്റലിൽ നിങ്ങൾ ആരെയാ, ഗ്യാസ്ട്രോ ആണോ കാണിച്ചത് അല്ലെങ്കിൽ വേറെ മെഡിസിൻ വിഭാഗം ആരെങ്കിലും ആണെങ്കിൽ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഒരു മീൻസ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ ഒന്ന് കാണണം. ചില പരിശോധന, ചെറിയ സിമ്പിൾ ടെസ്റ്റ് തന്നെ ഡോക്ടർ OPയിൽ വെച്ച് തന്നെ പരിശോധിക്കുമ്പോൾ തന്നെ കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഫുള്ളി നമ്മളെ രോഗം ഇതിനുമായിട്ട് കൂടുതലായിട്ടാണ് പോയിരുന്നത്. അപ്പൊ അന്ന് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പോ അവര് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് യാതൊരു കുഴപ്പമൊന്നുമില്ല, ഉദ്ദേശമായൊരു കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞു. പക്ഷെ രണ്ടാമത് നിങ്ങൾക്ക് ഒരു എപ്പിസോഡും കൂടെ വന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലോക്കൽ പത്തോളജി ആണെങ്കിൽ കൂടിയും ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ട് ഉപദേശം തേടുന്നതായിരിക്കും അതിലുള്ള യഥാർത്ഥ അത് തോന്നുന്നു, വഴിയും തോന്നുന്നു. നമുക്ക് വേറൊരു കോളർ കൂടിയുണ്ട്, ഹുസൈൻ പെരിന്തൽമണ്ണയിൽ നിന്ന്. ഹുസൈൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ഹുസൈൻ, പറയൂ. എന്റെ മോന് വേണ്ടിട്ടാണ്. മോന് ഇങ്ങനെ ബ്ലഡ് പോകുന്ന ഒരു 2-3 മാസം. എന്ത് വയസ്സുണ്ട് മകൻ? എന്ത് വയസ്സുണ്ട്? മകനിപ്പോ 18 വയസ്സായി. മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട് കോഴിക്കോട് പഠിച്ചിരിക്കുകയാണ്. ഓക്കെ. പിന്നെ
അപ്പം 2-3 മാസമായി ഇങ്ങനെ ബ്ലഡ്, അത് കണ്ടിന്യൂസ് ആയിട്ടില്ല. 2 ദിവസം ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ എന്നിട്ട് ഡോക്ടറെ കാണിച്ച് CD500 എന്ന ഗുളിക തന്നായിരുന്നു. അത് കഴിച്ചു. അപ്പം കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ 10 ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം കുറെ ബ്ലഡ് അങ്ങോട്ട് പോകും. അത് മലം കുറച്ച് ടൈറ്റ് ആയിട്ട് പോകുന്നത്. പിന്നെ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ കാണത്തില്ല. പിന്നെ കഴിയുമ്പോ വന്ന് മകന് മലം പോകുന്നതിൽ തടസ്സമോ എന്തെങ്കിലും വേദനയോ, കുട്ടി കുറേ നേരം ടോയ്ലറ്റിൽ ഇരിക്കുന്നതോ, സ്ട്രെയിൻ ചെയ്യൽ അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? ഇല്ല. ബ്ലഡ് പോകുമ്പോഴെപ്പോഴും ഇങ്ങനെ വയറ്റിന്ന് പോകാൻ തടസ്സം പറയാറുണ്ടോ കുട്ടി? തടസ്സം പറയാറില്ല, പക്ഷെ ടൈറ്റ് ആയിട്ടാണ് പോകുന്നതെന്ന് മാത്രം. കൊച്ചു ഹാർഡായിട്ടാണ് പോകുന്നത്. അതെ അതെ അതെ, ഹാർഡായിട്ടാണ് പോകുന്നത്. പരിശോധനകൾ എന്തെങ്കിലും നടത്തിയോ? ഒന്നും ചെയ്തില്ല. പിന്നെ ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തി. നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞു അത് പിന്നെ മലദ്വാരം ഓക്കെ. അപ്പൊ ഡോക്ടർ അത് പരിശോധിച്ചിട്ടുണ്ടാവും എന്നാ തോന്നണേ. മലദ്വാരത്തിൽ പൊട്ടൽ എന്തെങ്കിലും അന്ന് ഉള്ളതായിട്ട് നോക്കിയായിരുന്നു, വിരലൊക്കെ ഇട്ടിട്ട് നോക്കിയായിരുന്നു. ഇങ്ങനെ പറഞ്ഞു. പക്ഷെ പിന്നെ ഇതേ പ്രോബ്ലം ആണ് കാണിക്കുന്നത്. പക്ഷേ കുട്ടി മലം പോകുമ്പോഴൊക്കെ ഒരു മലം തടസ്സം മീൻസ് കുറച്ചൊന്ന് ഹാർഡായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ ഹിസ്റ്ററിന്ന് മനസ്സിലാവുന്നുണ്ട് എനിക്ക്. അപ്പം സാധാരണ മലം ഉറച്ചു പോകുമ്പം ആ മലദ്വാരത്തിലെ വ്രണങ്ങൾ അല്ലെങ്കിൽ മുറിവുകളാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. അതൊരു പേടിക്കേണ്ട ഒരു അസുഖമൊന്നുമല്ല. പക്ഷേ ആ കുട്ടീൻ്റെ ഫുഡിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ എന്തായാലും ഒരു നല്ല ഇലക്കറികളും ഫൈബർ കണ്ടെയ്നിങ് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറയണം. ആള് കുറച്ച് ഇപ്പം എൻട്രൻസ് പ്രിപ്പയറിങ് പറയുന്നല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു സിഗ്മോഡോസ്കോപ്പി ചെയ്യുന്നതിൽ കുട്ടിക്ക് തെറ്റുണ്ടാവില്ല എന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ. വെരി ആക്ച്വലി സിഗ്മോഡോസ്കോപ്പി ഈസ് എ വെരി സിമ്പിൾ. നമ്മൾ പലപ്പോഴും ആൾക്കാർക്ക് പേടി തോന്നാറുണ്ട്. വെരി സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയൊരു ലോക്കൽ സെഡേഷൻ, സംടൈംസ് സെഡേഷൻ കൂടി കൊടുക്കാറില്ല. ബവൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന സ്കോപ്പിയാണ്. ഇറ്റ്സ് നോട്ട് അഡ്മിറ്റ് ഒന്നും ആവേണ്ട. സാധാരണ ഏത് ഹോസ്പിറ്റലും അതൊരു OP പ്രൊസീജിയറാണ്. അതിന് അഡ്മിറ്റ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, നന്ദി ഹുസൈൻ. ഡോക്ടർ, പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനെ രക്തസ്രാവം വരികയാണെങ്കിൽ സ്ത്രീകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണ പ്രഗ്നൻസി എന്നൊരു സ്റ്റേറ്റ് ഒരു ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്. ആ സമയത്ത് നമ്മൾ ഹോർമോണൽ ചേഞ്ച് കാരണം പിന്നെ ബവൽ മൂവ്മെൻറ്റ്സിന് എന്ന് പറഞ്ഞാൽ വയറ്റുന്ന ശോധനക്കുറവ്, വയറ്റുന്ന മലം പോകാനൊരു ചില ആൾക്ക് വ്യത്യാസം വരാറുണ്ട്. അത് ഹോർമോണൽ കൊണ്ടാണ്. ആ സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരുന്ന കുട്ടികളിൽ ഇങ്ങനെ വയറ്റുന്ന പോകുമ്പോൾ ബ്ലഡും പുറത്തേക്ക് ഇങ്ങനെ ഹെമറോയിഡ്സും കാണാറുണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് കൂടുതൽ മൂവ് ചെയ്യുക, റെഗുലറായിട്ട് ചെറിയ ചെറിയ വ്യായാമം, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേസമയം നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈബർ കണ്ടെയ്നിങ് മെഡിസിൻ, നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് പലപ്പോഴും ഇതിലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. പലപ്പോഴും ഇങ്ങനെ ചില ആളുകൾ കോൺസ്റ്റിപ്പേഷൻ വലുതായിട്ട് വന്ന് ഫിഷർ വരുമ്പോൾ നല്ല വേദനയാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. അത് അങ്ങനെ പേടിച്ചിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വേറൊരു കോളർ കൂടിയുണ്ട്, ഷറഫുദ്ദീൻ ആലപ്പുഴയിൽ നിന്ന്. ഷറഫുദ്ദീൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറയൂ. ഡോക്ടർ, എനിക്ക് ഒരു 2012 ഓക്കെ, എനിക്ക് എന്റെ മലദ്വാരത്തിനടുത്ത് ചെറിയൊരു കുരു ഇങ്ങനെ വന്നു, അത് വീർത്ത് വന്നു. ഞാൻ ആലപ്പുഴ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ ഒരു ഫസൽ റഹ്മാൻ ഡോക്ടർ അത് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഫിഷർ ആണെന്നാണ് പറഞ്ഞത്. ഫിഷർ ആണെന്ന് പറഞ്ഞു. പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. തുടർന്ന് എനിക്ക് കുറച്ച് നാൾക്ക് കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മലദ്വാരത്തിനകത്തായിട്ട് ചെറിയൊരു കുരു പോലെ വരും. അത് മലം പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. മലം പോകുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. പോയി കഴിഞ്ഞ് ഭയങ്കര വേദനയായിരിക്കും. ഞാനിപ്പം ഇടക്കിടക്ക് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ മരുന്ന് തരും. ഇപ്പം പിന്നെ ചൂടുവെള്ളത്തിൽ ഇരിക്കാൻ പറയും. ഉപ്പുള്ള ചൂടുവെള്ളത്തിൽ ഇരിക്കുമ്പോൾ ചെറിയ ആശ്വാസം കിട്ടും. ഒരാഴ്ചയിലെ കഴിയുമ്പോൾ അതങ്ങ് മാറും. വീണ്ടും ഒരു 2-3 മാസം കഴിയും വീണ്ടും അത് വരും. അങ്ങനെ വഴി ചോദിക്കാൻ ഇപ്പൊ ഞാനിപ്പോ ഒരു കാൽ ടോപ്പ് എന്നൊരു ഗുളിക കഴിക്കുന്നുണ്ട്. എന്ത് ഗുളിക? കാൽ ടോപ്പ്. ഈ ഉപ്പുവെള്ളത്തിൽ ഇരിക്കുന്ന ആശ്വാസം കിട്ടും. എന്നാലും ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വേദനയുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇത് നിങ്ങൾ പറയുന്ന ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു ക്രോണിക് ഏനൽ ഫിഷർ ആണ്. കാരണം മലം പോകുമ്പോൾ ഉറച്ചു പോകുമ്പോൾ ആ ഭാഗത്ത് വന്ന വ്രണങ്ങൾ കുറച്ച് നാൾ കൊണ്ട് മാറുന്നു, പിന്നെയും വരുന്നു.
പിന്നെയും പോകുന്നു, പിന്നെയും വരുന്നു. അതൊരു ക്രോണിക്കായിട്ട് കുറച്ച് നാളുകൊണ്ട് ഇരിക്കുന്ന മലദ്വാരത്തിൽ വരുന്ന വ്രണമാണ് ആനൽ ഫിഷർ എന്ന് നമ്മൾ പറയും. അന്ന് ഡോക്ടർ പരിശോധന എന്തെങ്കിലും ചെയ്തായിരുന്നോ? എൻഡോസ്കോപ്പി എന്തെങ്കിലും ചെയ്തായിരുന്നോ? ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പം മലം പോകുന്നതിന് തടസ്സമോ അല്ലെങ്കിൽ ഹാർഡായിട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പം മല വെച്ച് മുറിയായിരിക്കും പോകുന്നത്. അപ്പൊ അല്പം സ്പെയിൻ എടുക്കുമ്പോൾ പോകും. സ്പെയിൻ എടുക്കുമ്പോഴത്തേക്ക് അതപ്പോ ബേസിക് നിങ്ങൾ പറയുന്നതിൽ പ്രധാന കാരണം മലം ഉറച്ചു പോവാന്നുള്ളതാണ്. അപ്പൊ മലം കുറച്ച് ഹാർഡായിട്ട് പോകുമ്പോൾ ആ ഭാഗത്ത് വരുന്ന വ്രണം 1-2 പ്രാവശ്യം വരുമ്പോൾ ആ ഭാഗത്ത് പിന്നെയും ട്രോമയാണ്, രണ്ടാമത് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ട്രോമയാണ് വരുന്നത്. സോ വരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രയാസം വരുന്നത്, ക്രോണിക് ആനൽ ഫിഷർ എന്ന് പറയും. സാധാരണ അത് കോൺസ്റ്റിപ്പേഷൻ ശരിക്കും മാനേജ് ചെയ്താൽ തന്നെ ഇവർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണും. എന്തായാലും നിങ്ങളൊരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണിക്കണം, ആലപ്പുഴയിൽ നിന്നല്ലേ? അപ്പോൾ ഒന്ന് കാണിക്കണം, ഒന്ന് നോക്കുക തന്നെ വേണം കേട്ടോ. പറഞ്ഞോളൂ. ചെമ്മീൻ, ഈ ചൂര ഇതുപോലുള്ള മീൻ കഴിക്കുമ്പോഴത്തേക്കും അത് വളരെ പെട്ടെന്ന് ഉണ്ടാകുകയും ചെയ്യാതെ എല്ലാവരും പറയുന്ന ഇതിപ്പം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ചില ഫുഡുകളിൽ നിന്നൊന്നുമില്ല. സാധാരണ വയറ്റിൽ നിന്ന് മലം പോകുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ മലം ഉറച്ചു പോകുന്നതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക, നാരുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, ചീര, ക്യാബേജ്, മുരിങ്ങൻ്റെ ഇല, ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ സാധാരണ എല്ലാ ഭക്ഷണവും കഴിക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ നോൺ വെജ് കഴിക്കുമ്പോൾ ഇലക്കറീൻ്റെ ഒക്കെ അളവ് കുറയും. അങ്ങനെ വരുമ്പോഴാണ് മലം കുറച്ച് ഹാർഡാവുന്നതും പാസ് ചെയ്യുമ്പോൾ വേദന വരുന്നത്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ മാനേജ് ചെയ്യുമ്പോൾ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടിന് വ്യത്യാസം കാണും. എന്നാലും ഒരു ഡോക്ടറെ കാണിക്കണം, ഗ്യാസ്ട്രോൻട്രോളജി ഡോക്ടറെ തന്നെ ഒന്ന് കാണണം. നമുക്കൊരു കോളർ ഉണ്ട്, ജമീലയാണ്. ജമീല, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ. ഞാനൊരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ബാത്റൂമിൽ ഇരിക്കുമ്പോ നമുക്ക് ഈ ബ്ലഡ് പോകുന്നുണ്ട്. അത് എന്താ കാരണം അറിയാം. നമ്മള് ഡോക്ടറെ കാണിച്ചപ്പോ പൈൽസിന്റെ അല്ലാന്നാ പറഞ്ഞത്. പിന്നീടും അത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്ക് എങ്ങനെ ഒരാഴ്ച 2 ദിവസമെങ്കിലും ബ്ലഡ് എങ്ങനെ പോവാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ വേറെ ആർക്കും വേണ്ടിയാണോ പറയുന്നത്? ജമീലല്ലേ നിങ്ങളെ കാര്യം തന്നെ. അപ്പോൾ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകുന്നത് കുറച്ച് നാളായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം പൈൽസ് അല്ലാന്ന് പറഞ്ഞതാണ്, ഹെമറോയിഡ്സ് അല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ടെസ്റ്റുകൾ അത്യാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കേൾക്കുന്നില്ലേ? കോളർ ഡ്രോപ്പായി എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ, എനിക്ക് വേറൊരു സംശയമുള്ളത്, ഈ രക്തസ്രാവം കാണുന്നത് പൊതുവിൽ പൈൽസ് പോലെയുള്ള ചെറിയ രോഗങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കും. ക്യാൻസർ പോലെ വലിയൊരു രോഗത്തിന് കാരണമാകും അത്? താൻ ചോദിച്ചൊരു പോയിന്റാണ്. പലപ്പോഴും നമ്മൾ മലത്തിൽ പോകുന്ന ബ്ലഡ് എല്ലാം പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്നുള്ളത് പൊതുവേ വിചാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പലപ്പോഴും ആവണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡുള്ള കോളൻ എന്ന് പറഞ്ഞാൽ മലാശയം, അതിൻ്റെ മേലെയുള്ള വൻകുടലിൽ നിന്ന് വരുന്ന മുഴ അല്ലെങ്കിൽ പോളിപ്പ് അല്ലെങ്കിൽ ക്യാൻസർ വരും. മലം പോകുമ്പോൾ പലപ്പോഴും ഫ്രഷ് ബ്ലഡ് കൂടുതലൊന്നും കാണില്ല. ചിലപ്പോൾ ഒന്ന് അതിന് മേലെ കൂടി തട്ടി പോകുമ്പോൾ 1-2 എപ്പിസോഡ്സ് ഇന്നുണ്ടാവും, ചിലപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പേഷ്യൻ്റ് അത് ഇഗ്നോർ ചെയ്യാം, വെച്ചുകൊണ്ടിരിക്കാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു ഇൻ്റർമിറ്റൻറ്റ് ബ്ലീഡിങ് ആണ് കാണുന്നത്. ചിലപ്പം അത് നല്ലൊരു മാസീവ് ബ്ലീഡിങ് ആയിട്ടും കാണാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും പേഷ്യൻറ്റ് തെറ്റിദ്ധരിച്ച് നിർത്തി കൊണ്ടുപോയി പോകും. അപ്പോൾ അത് ഡിലേഡ് ഡയഗ്നോസിസിലേക്കാണ് മാറുന്നത്. അപ്പം ക്യാൻസറും ഇതിനൊരു കാരണം തന്നെയാണ്, മലദ്വാരത്തിലൂടെ ബ്ലഡ് പോകുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്, വയസ്സായ ആളുകളിൽ വേറൊരു അസുഖമുണ്ട്, ഡൈവർട്ടിക്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. എന്നാൽ കോളനിൽ നമ്മൾ കുറച്ച് പ്രായമാകുമ്പോൾ അതിൻ്റെ ഭിത്തികൾക്കൊക്കെ ഒരു എന്താ പറയുക തിന്നാവും. അപ്പോൾ ആ ബ്ലഡ് വെസൽ വരുന്ന സ്ഥലത്ത്, നരമ്പുകൾ വരുന്ന ഭാഗത്ത് മല ഉറഞ്ഞു പോകുമ്പോൾ പൊട്ടി വരുന്നത്. ഈ തരത്തിലുള്ള പേഷ്യൻസ് പലപ്പോഴും മാസീവ് ബ്ലീഡ് ആയിട്ടാണ് വരുന്നത്. പലപ്പോഴും ബ്ലഡ് കയറ്റേണ്ടി വരും. ചിലപ്പം പേഷ്യൻ്റ് ICU ഒക്കെ പോകേണ്ടി വരുന്ന ബ്ലഡ് ഡ്രോപ്പ് ഭയങ്കരമായിട്ട് അത്യാഹിതത്തിൽ എമർജൻസിയിൽ ഭയങ്കര വരാറുണ്ട്. അതിനൊരു കാരണമാണ് ഡൈവർട്ടിക്കുലർ ഡിസീസസ് എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു കോളർ കൂടിയുണ്ട്, രമ കളമശ്ശേരിയിൽ നിന്ന്. രമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ.
ഗുഡ് ആഫ്റ്റർനൂൺ. പറയൂ രമ. എനിക്കൊരു 2007 എന്റെ പൈൽസ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഹയാറ്റിസ് ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു കഴിഞ്ഞ വർഷം എന്റെ ഒരു തൈറോയിഡ് സർജറിയും കഴിഞ്ഞായിരുന്നു. അപ്പൊ ഈ തൈറോയിഡ് സർജറി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എനിക്ക് എന്റെ മലം കൃത്യമായിട്ട് സാധാരണ ഗതിയിൽ പോകുന്നത് പോലെയല്ല, ഇന്നിപ്പോ പോകുന്ന രീതിയിലല്ല ഡോക്ടർ നാളെ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കൃത്യ രീതിയിലല്ല പോകുന്നത്. അത് എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടോ എന്തും കൊണ്ടാണോ അതങ്ങനെ വരുന്നത്? അന്ന് ഹെമറോയിഡ്സ് സർജറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വലിയ പ്രയാസം ഒന്നുള്ളതായിട്ട് പറയുന്നില്ല എന്ന് തോന്നുന്നു. ഈ തൈറോയിഡിന്റെ സർജറി കഴിഞ്ഞതിന് ശേഷം തൈറോയിഡിന്റെ ഹോർമോൺ ലെവലൊക്കെ പരിശോധിച്ചായിരുന്നോ? ടെസ്റ്റ് പരിശോധിച്ചായിരുന്നു. ഇപ്പൊ കറക്റ്റ് ആണ്. പക്ഷെ ചില സമയങ്ങളിൽ അതൊന്നും ഏറ്റക്കുറച്ചിലുകൾ വരുന്നുണ്ട്. പിന്നെ ഹയാറ്റിസ് ഹെർണിയൊക്കെ സർജറി ചെയ്തത് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മലം പോകുന്നതിനോ പഴയ പ്രയാസങ്ങൾ വരുന്നതിനോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, വെള്ളം നന്നായിട്ട് നാരുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ വല്ലാണ്ട് മലം പോകാൻ പ്രയാസം ഉണ്ടെങ്കിൽ മലം കുറച്ചൊന്ന് ലൂസാക്കാൻ നമ്മൾ സാധാരണ ഡോക്ടേഴ്സ് എഴുതുന്ന ലാക്സേറ്റീവ്സ് കഴിക്കണം. പക്ഷേ എനിവേ ഒരു ഡോക്ടറെ കണ്ടിട്ടേ അതിന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കാവൂ. ഈ മലദ്വാരം നമ്മുടെ ഇപ്പൊ കറക്റ്റ് ആണ്, നമ്മുടെ മലം ലൂസ് മോഷനിൽ തന്നെയാണ് പോകുന്നതെങ്കിലും ചില സമയങ്ങളിൽ ആ മലദ്വാരത്തിന്റെ ആ ഭാഗം ഭയങ്കര വേദനയും, നമ്മൾ കുറച്ചേരം ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര കട്ടുകഴപ്പ് പോലെ വേദനയും, അതിന്റെ ആ എല്ലില്ലേ ഡോക്ടർ, ആ മൂലഭാഗമായിട്ട് വരുന്ന ആ ഭാഗം കഴിക്കലും, അത് അങ്ങനെ അതെന്തുകൊണ്ടാണ് ഡോക്ടർ? അത് ആ ഭാഗത്ത് മലം പോകുമ്പോ ഒരഞ്ഞ് പൊട്ടലോ എന്തെങ്കിലും വ്രണങ്ങളോ ഒക്കെ വരണ്ടെങ്കിൽ മാത്രമേ ചെറുതായിട്ട് ഇങ്ങനെ നമ്മള് മലം പോകുമ്പോ ചെറിയൊരു നീറ്റില് വരുന്നുണ്ട്. പക്ഷെ എന്റെ ഹാർഡായിട്ട് അങ്ങനെ പോകുന്നില്ല. അങ്ങനെ മലം പോകുമ്പോ ഒരഞ്ഞു പോകുമ്പോ വരുന്ന വ്രണങ്ങൾ കൊണ്ടാണ് സാധാരണ എന്തായാലും ഇങ്ങനെ കാണാറ്. പക്ഷെ എന്തായാലും ഒന്ന് താൻ ഒരു ഗാസ്ട്രോ ആരെങ്കിലും കാണിച്ചോ? ഗാസ്ട്രോൻട്രോളജി ഡോക്ടർ ആരെങ്കിലും കാണിച്ചോ? ഞാൻ ഡോക്ടറെ കാണിച്ചായിരുന്നു, മറ്റേ ഇവിടുത്തെ ഫിലിപ്പ് അഗസ്റ്റിൻ. ഫിലിപ്പ് അഗസ്റ്റിൻ സാറെ കാണിച്ചായിരുന്നു. കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഇതിങ്ങനെ കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ നേരത്തെ ഒരു കോളോണോസ്കോപ്പി അത് ചെയ്യണം. അത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് റിവ്യൂ കാണിക്കൂ. സാറ് പറഞ്ഞ അനുസരിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യൂ കേട്ടോ. വലിയ പ്രയാസമൊന്നും തൻ്റെ ഹിസ്റ്ററിയിൽ എനിക്ക് തോന്നില്ല. എനിവേ സാറ് ഒന്ന് കാണിച്ചോളൂ, എന്നിട്ട് ഫോളോ അപ്പ് ചെയ്യൂ. ഡോക്ടർ, ഇപ്പോൾ രക്തസ്രാവം സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. ഇതിന് എന്തൊക്കെ ചികിത്സാ രീതികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? എന്താണോ ഇതിൻ്റെ കാരണങ്ങൾ അതിനനുസരിച്ചാണ് ചികിത്സകൾ. സാധാരണ ഹെമറോയിഡ്സ്, പൈൽസിന് ഗ്രേഡ് 1 and 2, ദിസ് ഈസ് എൻഡോസ്കോപ്പിക് ക്ലാസിഫിക്കേഷൻ. സോ അതിന് മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെ മതി. ഗ്രേഡ് 3 അല്ലെങ്കിൽ ഗ്രേഡ് 4 എന്നാണ് താഴത്തേക്ക് നന്നായിട്ട് പുറത്തേക്ക് കാണുന്ന തരത്തിലും പേഷ്യൻറ്റിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലുണ്ടെങ്കിൽ വിൽ റെഫർ ടു സർജറി. ദാറ്റ് ഈസ് യൂഷ്വലി ഇപ്പോൾ ഭയങ്കര നൂതനമായ മാർഗങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേപ്ലർ ഹെമറോഡക്ടമി ഉണ്ട്, ലേസർ ഹെമറോഡക്ടമി ഉണ്ട്. ഫിഷർ ആണെങ്കിൽ യൂഷ്വലി നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് തന്നെ ആയിട്ടൊന്ന് ബ്ലഡ് പോകുന്നത് നിൽക്കും. എന്നാൽ മലം പോകാൻ ക്ലിയർ ആവുക, ലൂസായിട്ട് പോവുക, ലാക്സേറ്റീവ്സ് കൊടുക്കുക. മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കൂടുതൽ വെള്ളം കുടിക്കുക, വ്യായാമം, ഫൈബർ കണ്ടും വെള്ളം നന്നായിട്ട് കുടിക്കുക, കുറച്ച് മലം ലൂസ് ആവാനുള്ള മരുന്നുകൾ കൊടുക്കുക. അതോടെ അത് പ്രോബ്ലം സോൾവ്. അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്. ഞാൻ നേരത്തെ പറഞ്ഞു, അൾസറേറ്റീവ് കോളൈറ്റിസും ക്രോൺസ് 2 തരത്തിലാണ് നമുക്ക് കാണാറുള്ളത്. അതിന് തക്കതായ ചികിത്സ എടുക്കണം. കാരണം അത് ഈ 2 അസുഖങ്ങളും ഒരു പ്രീ ക്യാൻസറസ് കണ്ടീഷനാണ്. കാരണം ഒരുപാട് നാളെ മരുന്ന് കറക്റ്റായി കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് എടുത്തിട്ടില്ലെങ്കിൽ ഈ 2 അസുഖങ്ങളും ഭാവിയിൽ ക്യാൻസർ പോലും വരുത്താനുള്ള സാധ്യത ഉണ്ട്. അതിന് നമുക്ക് പ്രത്യേകമായിട്ടും ചികിത്സകളുണ്ട്. നെക്സ്റ്റ് പോളിപ്പ് അല്ലെങ്കിൽ ക്യാൻസർ. സാധാരണ കോണലിൽ കാണുന്ന പോളിപ്സ് കുറച്ച് അതിൻ്റെ ഗ്രേഡ്സ് അനുസരിച്ചിട്ടും അതിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് അത് പിന്നീട് അത് ക്യാൻസറിലേക്ക് മാറുന്നത്. എല്ലാ ക്യാൻസറും പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. ഈ ഒരു പോളിപ്പോഡൽ ലീഷൻ അല്ലെങ്കിൽ കോളോണി പോളിപ്പ് കുറച്ച് നാൾ കഴിഞ്ഞ് അതൊരു പ്രത്യേക സ്റ്റേജിൽ എത്തുമ്പോഴാണ് അത്
ക്യാൻസറായിട്ട് മാറുന്നത്. ഇപ്പം കൊളോണോസ്കോപ്പി കൊണ്ട് നമ്മൾ രോഗനിർണയം മാത്രമല്ല, ബയോപ്സി എടുത്ത് വിടാം. അതുകൂടാതെ എൻഡോസ്കോപ്പി വഴിയും നമുക്കത് റിമൂവ് ചെയ്യാം. പോളിപെക്ടമി വലിയ ലാർജ് ലീഷൻ ആണെങ്കിൽ ഇപ്പം നവഡേയ്സ് നമ്മളത് എൻഡോസ്കോപ്പിക് മ്യൂക്കോസൽ റിസെക്ഷൻ, അതായത് EMR എന്ന് പറഞ്ഞ ശാസ്ത്രക്രിയയാണ്, സർജിക്കൽ ഓപ്ഷനാണ്. വിത്തൗട്ട് ഡൂയിങ് ഓപ്പൺ സർജറി നമ്മൾ എൻഡോസ്കോപ്പിക്കലി സർജറി ചെയ്യാവുന്നതാണ്. സോ അതൊരു അതിലുള്ള ഇത്. പിന്നെ വേറെ അസുഖങ്ങൾ, വ്രണങ്ങൾ വരുന്നതുമായിട്ടുണ്ടാവും. ചിലത് ട്യൂബർക്ലോസിസ്, വയറിൽ TB വരുന്നതും ചില ആളുകളിൽ നമുക്ക് കാണാറുണ്ട്. വയറ്റിന്ന് മലം പോകാനുള്ള പ്രയാസം, കൂടുതൽ മലം പോവുക. ഓക്കെ, അപ്പോൾ ഇത് സംബന്ധിച്ച് എന്താ അവയർനെസ് ആണ് ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടറിന് പ്രേക്ഷകരോട് പറയാനുള്ളത്? സാധാരണ നമ്മൾ വയറ്റിന്ന് പോകുന്ന മലം പോകുമ്പോൾ ബ്ലഡ് പോകുന്നത് എല്ലാം ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ഉണ്ടാവാറുണ്ട് സാധാരണ നമ്മൾ പൊതുവെ. അപ്പോൾ അങ്ങനെയല്ല, മിക്കവാറും അതാണ് ചില ആളുകൾ മിക്കവാറും കാണുന്നെങ്കിൽ കൂടിയും ഒരു പരിശോധനയും ചിലപ്പോൾ ഒരു സിമ്പിൾ ക്ലിനിക്കൽ എക്സാമിനേഷനും വേഗം തന്നെ ഒരു എക്സാമിനേഷനാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സമയക്കുറവ് മൂലം ഇന്നത്തെ നമ്മുടെ ഡോക്ടർ അവസാനിക്കാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഷാനിജ പി ആണ്, ഡോക്ടർ ഷാനിജ പി ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെയധികം നന്ദി ഡോക്ടർ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.